വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്, പാകിസ്ഥാൻ മനസ്സുള്ള ചിലർ കേരളത്തിലുണ്ട്, അവരാണ് തന്നെ വിമർശിക്കുന്നത്. പ്രത്യേകിച്ച് KM ഷാജിയെ ലക്ഷ്യമിട്ടാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം. അങ്ങനെ മനസ്സുള്ളവർ, പാകിസ്ഥാനോട് താല്പര്യമുള്ളവർ നിലവിൽ കേരളത്തിലുണ്ടോ? കേരളത്തിൽ ധാരാളമുണ്ട്. പാകിസ്ഥാനോട് ആഭിമുഖ്യം പരസ്യമായിട്ട് പ്രകടിപ്പിക്കാത്തവരാണ് ധാരാളം. അവരിങ്ങനെ KN ഷാജിയെ പോലെ പരസ്യമായിട്ട് പ്രകടിപ്പിക്കാറില്ല. ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. കുരയ്ക്കും പട്ടി കടിക്കില്ല, കടിക്കും പട്ടി കുരയ്ക്കില്ല. KN ഷാജി ഇങ്ങനെ പറയുന്നതിന് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി പറഞ്ഞ അദ്ദേഹം MLA ആണെന്ന്. MLA അല്ലിപ്പോൾ, ആയിരുന്നു. പാസ്റ്റ് ടെൻസിൽ അത് പറയണം, മുൻ MLA ആണ് അദ്ദേഹം. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗം, സീറ്റ് കിട്ടി ജയിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ മതം പിടിക്കണം അവിടെ. അതുകൊണ്ടാണ് പണ്ടേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, മതമാണ് 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 പ്രശ്നം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത്. ഇത് വാസ്തവത്തിൽ മലപ്പുറത്തെ ഇക്കോ സിസ്റ്റത്തിലെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതിനേക്കാൾ തീവ്രമായിട്ട് പറയുന്ന ആൾക്കാർ മലപ്പുറം മാത്രമേ ഉള്ളൂ. കേരളം എന്ന് പറയുമ്പോൾ മലപ്പുറം മാത്രമേ ഉള്ളൂ, മലപ്പുറത്തിന്റെ രാഷ്ട്രീയം മാത്രമാണോ? അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. അവർക്ക് ഭൂരിപക്ഷമുള്ളത് പ്രദേശം എന്ന് പറയുന്നത് മലപ്പുറമാണ്. അത് അവരുടെ ജില്ലയായിട്ടാലും അതിനെപ്പോൾ രണ്ടായിട്ട് വിഭജിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചതുപോലെ തന്നെ രണ്ടായിട്ട് അതിനെ വിഭജിക്കണം എന്നുള്ളതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ജനസംഖ്യ വളരെയധികം വർദ്ധിച്ചു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തെ ഡെമോഗ്രഫി വളരെ മടങ്ങ് വർദ്ധിച്ചു. അവിടെ എന്തുകൊണ്ട്? സന്താന ഉൽപാദനം കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഒരാൾക്ക് 2-3 ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ സന്താനോൽപാദനം വളരെയധികം കൂടുതൽ, തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഒരു ഷെയറിങ് വരും. അപ്പോൾ അതിനനുസരിച്ച് അവർ പിന്നാക്കാവസ്ഥയിലാണെന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങളും കിട്ടും. ഇതൊക്കെ പച്ചയായ പരമാർത്ഥങ്ങളാണ്. ഇവിടെ മലപ്പുറത്ത് മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടി. അപ്പോൾ കുട്ടികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ ഷെയറിങ് കൂടുതലാക്കി തീർക്കുക. അപ്പോൾ ആനുകൂല്യങ്ങൾ കിട്ടും, കമ്മിറ്റിയെ വെക്കും, ആനുകൂല്യങ്ങൾ കിട്ടും. ആ ഒരു സമ്പ്രദായം ഇവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെയുള്ള എതിർപ്പാണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലതുപക്ഷ വ്യതിയാനമായിട്ട് വന്നുകൊണ്ട് കുടിയേറ്റത്തിനെതിരെ, ഇന്ത്യക്ക് മുഴുവൻ ഭീഷണിയായി വരുന്ന രീതിയിലുള്ള കുടിയേറ്റത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് ആൾക്കാർ പോകുന്നു. ട്രംപിൻ്റെ ഇപ്പോൾ നമ്മുടെ ആളുകൾക്ക് അങ്ങോട്ട് പോകാനുള്ള H1B വിസ എന്നൊരു വിസ, ആ വിസയ്ക്ക് ഇപ്പോൾ വൻതോതിലുള്ള ഫീസ് കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഈ കുടിയേറ്റ ശല്യം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ നടക്കുന്നത്. നമ്മളിവിടെ വിചാരിക്കും ഇതിൻ്റെ റെപ്പർക്കഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിണതഫലം കേരളത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ തിരിച്ചടികൾ നമ്മുടെ ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ, ബംഗാളിലുണ്ടാവുന്നുണ്ട്. ആ ജനസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ, അക്രമാസക്തമാവുന്ന അവിടുത്തെ കൂടുതലും കുടിയേറ്റക്കാർ വന്നിട്ട് അവിടെ ഒരു MBA വരെയാണ്. അതും പാവപ്പെട്ടവർക്ക് ദുരിതാശ്വാസം നൽകാൻ പ്രളയബാധിത മേഖലകളിൽ പോയ MPയെയും ആ സ്ഥലത്തെ MLAയും തച്ചു കൊല്ലാൻ ശ്രമിച്ചു. ആ തരത്തിൽ വരെ വയലൻസ് വരുത്തുകയാണ്. ഡെമോഗ്രഫിയുടെ ഇമ്പാക്റ്റാണത്. ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങളൂടെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് നമ്മൾ മതേതരത്വം ഭരണഘടന എന്ന് ഘോഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആദ്യം ഇനി അനന്തര തലമുറകൾ വരുമ്പോൾ അവർക്കൊരു ചുമരുണ്ടാവണം. ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. തമ്മിൽ തല്ലി തകർന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ പോയാൽ ഇന്ത്യയുടെ സ്റ്റെബിലിറ്റി കുഴപ്പത്തിലാകും. അയൽ രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കും, തകർക്കും. നമ്മുടെ വളർച്ചാ നിരക്ക് കുറയും. ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അത് കുറയും. വികസനം എന്ന് പറയുന്നത് അസാധ്യമായി തീരും. പാലസ്തീൻ പോലായിത്തീരും. അതാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് മുൻകരുതലുകൾ വേണം. ഇപ്പോൾ KN ഷാജി പറഞ്ഞതിനൊന്നും കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അദ്ദേഹം ഈ പറയുന്ന തീവ്രവാദിയോ തീവ്രവാദ സ്വഭാവമുള്ള ആളോ അല്ല. പക്ഷെ മലപ്പുറത്ത് ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുദ്രാവാക്യം വേണം, ഹിന്ദു വിരുദ്ധത പറയണം. അതാണ് പത്രങ്ങൾ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്. അവിടെ ഹിന്ദു അവൻ്റെ സ്വന്തം അവകാശത്തിന് വേണ്ടി എന്തെങ്കിലും പറയുമ്പോൾ അതിനെ വർഗീയത എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നു അവർക്ക്. ആ ഡെമോഗ്രഫി ഉണ്ടാക്കുന്ന കമ്പൾഷൻസ് ആണ്, അതിൻ്റെ ഒരു ഇമ്പൾസാണത്. നമ്മളത് തിരിച്ചറിയണം. ബുദ്ധിജീവികൾ ഇതൊന്നും അല്ല പറയുന്നത്. അല്ല, വേറൊരു മാറ്റമുണ്ടല്ലോ. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ പാടില്ല. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ ഉടൻ പറയും മതത്തെ വിമർശിച്ചു, മലപ്പുറത്തെ അപമാനിച്ചു. ആ രീതിയിലേക്കൊരു മാറ്റം അതെങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത്? കേരളത്തിൻ്റെ ചരിത്രം പഠിക്കണം. ഈ മലപ്പുറത്ത് കോൺഗ്രസ്സുകാർ പണ്ട് യോഗം നടത്തുമെന്ന്. കോൺഗ്രസ്സിലെ ഉന്നതരായിട്ടുള്ള മുസ്ലിം നേതാക്കളുണ്ടായിരുന്നു, അറിയാമോ? PP ഉമർ കോയ, പിന്നെ അതുപോലെ തന്നെ മൗലവി എന്ന് പറയുന്ന ആൾ. കറതീർന്ന ഈ ആര്യാടൻ്റെ പാരമ്പര്യത്തിന് ഒക്കെയുള്ള അതിന് പതാക വാഹകരായിരുന്ന കോൺഗ്രസ് നേതാക്കൾ. അവരൊക്കെ അവിടെ ഒരുമിച്ചുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ് ഉള്ള യോഗങ്ങളിൽ ഇന്ത്യയെ വിഭജിക്കരുതെന്ന് പറഞ്ഞ് യോഗം നടത്തുമ്പോൾ അന്ന് മുസ്ലിം ലീഗുകാർ അവിടെ വന്നിട്ട് പച്ചമീൻ കൊണ്ടുവരും. ആ പച്ചമീൻ എടുത്തിട്ട് യോഗം കലക്കാൻ വേണ്ടി യോഗ സ്ഥലത്തേക്കും സ്റ്റേജിലേക്ക് എറിയുമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അതുകൊണ്ട് ആരും പറയാറുള്ളത്. മാപ്പിളലകളെയൊക്കെ പിന്നെ
അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കോൺഗ്രസിലെ മുസ്ലിം നേതാക്കളുടെ നേരെ അങ്ങനെയുള്ള ഏറുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഏറ് സഹിച്ചുകൊണ്ടാണ് അവർ യോഗം നടത്തി കോൺഗ്രസിനെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചരിത്രമുണ്ട്. അങ്ങനെ മഹത്തായ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇപ്പൊ അവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. അപ്പൊ അവരാണ് അതെ ഇപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ അതെ BJPക്ക് അല്ല സ്വാതന്ത്ര്യ സമരം നടത്തിയപ്പോൾ എല്ലാവരും കോൺഗ്രസ് ആയിരുന്നു. മുസ്ലിം ലീഗ് മാത്രം വേറെടുത്തു. RSSലുള്ളവരും BJPയിൽ ഇപ്പോൾ ഉള്ളവരിൽ പലരും ഉണ്ടായിരുന്നവരിൽ പലരും കോൺഗ്രസിന്റെ ഭാഗം. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഏക സംഘടനയായിരുന്നു. ആ സംഘടന വേറെ അധികാരത്തിന്റെ പാതയിലേക്ക് പോകാൻ അത് ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ BJP ഉള്ള RSS ഗോൾവാർക്കർ ഉൾപ്പെടെയുള്ളവര്, ഡോക്ടർ ഹെഗ്ഡേവാർ ഉൾപ്പെടെയുള്ളവരെല്ലാം കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചത്. ഭഗത് സിംഗിനെ സഹായിച്ചിരുന്ന ആളാണ് ഹെഗ്ഡേവാർ. അത് സ്വാതന്ത്ര്യത്തിന് ഒരു സൗജന്യ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയെന്നൊക്കെയാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലെ തന്നെ കോൺഗ്രസിൽ തന്നെ ആയിരുന്നു. അത് പ്രത്യേക ബ്ലോക്കായിട്ട്, സോഷ്യലിസ്റ്റ് ബ്ലോക്കായിട്ടായിരുന്നു. അല്ല ഇത് അധികാരം കിട്ടി പ്രധാനമന്ത്രി പദത്തിനും കുടുംബഭരണത്തിനും വേണ്ടിയുള്ളൊരു സംഘടനയാണെന്ന് അന്നാരും അറിയുന്നില്ലല്ലോ. ഗാന്ധിജി പറഞ്ഞതിനെ പിരിച്ചുവിടാനാണ് പറഞ്ഞു. സ്വാതന്ത്ര്യം കിട്ടി, ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു, ഇതിനെ പിരിച്ചുവിടണം. അതായിരുന്നു ശരി. അതനുസരിച്ചില്ല. അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞ ആഹ്വാനങ്ങളെല്ലാം ഹിന്ദുക്കൾ മുഴുവൻ അനുസരിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ അതനുസരിച്ചില്ല. അവരനുസരിച്ച് ജിന്നയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ലീഗ് ജിന്നയെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചതാണ്. ഈ ചരിത്രം ഓർക്കാൻ പലർക്കും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അവരുടെ പ്രതികാരം ചെയ്യണമെന്നല്ല പറഞ്ഞത്. KN ഷാജിയെ പോലെ നല്ല നേതാക്കൾ, PK കുഞ്ഞാലിക്കുട്ടി സാധുവിനെ പോലെ മതേതരത്വം തീരെ ഇല്ലാത്ത നേതാക്കളുണ്ട് ആ പാർട്ടിയിൽ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വർഗീയതയുടെ കമ്പൾഷൻ അവർക്ക് വരുന്നത്? അവിടെ മൗദൂദിസം പ്രചരിപ്പിക്കാനും മറ്റുള്ള പല സംഘടനകളുണ്ട്. അവരുടെ ആകർഷണ വലയത്തിലേക്ക് പോവുകയാണ് സാമാന്യ മുസ്ലിം ജനത. അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. അല്ല ഹിന്ദു അയ്യപ്പൻ എന്നൊന്നും പറഞ്ഞാൽ മലപ്പുറത്ത് വോട്ട് കിട്ടുകയില്ല. മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് പോലും വ്യൂവർഷിപ്പ് റേറ്റിംഗ് കുറവാണെന്ന് എൻ്റെ അനുമാനം. അപ്പോൾ ആ തരത്തിലൊരു വർഗീയ ഡിവിഷൻ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ മാനസിക നില മാറണം. എങ്കിലേ തുറന്നു പറയാൻ പലർക്കും പേടി. തുറന്നു പറയുമ്പോൾ നിങ്ങളെ വർഗീയ വെള്ളാപ്പള്ളിക്ക് ആ പേടിയില്ല. അതെ, തുറന്നു പറയുമ്പോൾ നിങ്ങളെ വർഗീയവാദി എന്നും ചാണകമെന്നും പറയും. പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റൊരു കാര്യം, അവൻ പാകിസ്ഥാൻ്റെ നാക്ക് വെച്ചാണ് സംസാരിക്കും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. KN ഷാജി ആ തരത്തിലുള്ള ആളുകൾ അല്ല. പക്ഷേ പാകിസ്ഥാൻ്റെ നാക്കും വയറും അതുപോലെ ശ്വാസകോശങ്ങളുമായിട്ട് ജീവിക്കുന്ന പലരും ഉണ്ടവിടെ. ട്രോജൻ കുതിരകൾ പലതും ഉണ്ടവിടെ. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു യോഗി ആദിത്യനാഥ് കേരളത്തിലില്ല. തിരിച്ചറിയാനുള്ള യോഗി ആദിത്യനാഥ് ഇല്ല. ഇവരെ തിരിച്ചറിയുന്നതുകൊണ്ടാണ് യോഗി ആദിത്യനാഥിനെ വർഗീയവാദി എന്ന് വിളിച്ച് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഉള്ളിൽ ഭീതി നിറയ്ക്കുന്നത്. അദ്ദേഹം മുസ്ലിം ഘാതകനാണെന്നുള്ള മട്ടിലാണ്. അങ്ങനെയല്ല. ഈ വിപത്ത് നാളെ നമ്മുടെ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൂണിംഗ് ആണ് യോഗി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതെ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ വർഗീയതയും ജാതിയും അങ്ങ് വിടാം. അദ്ദേഹം പറഞ്ഞ ചില പച്ചയായ പൊള്ളുന്ന സത്യങ്ങളുണ്ട്. പിണറായി വിജയൻ കേൾക്കണം ഇത്. അതായത് മുസ്ലിങ്ങൾ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് 4800 സ്കൂളുകളുണ്ട് കേരളത്തിൽ. അവിടെ 63,000 മുസ്ലിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിന്, അത് നേരത്തെ ഉള്ളതാണ്, പുതുതായിട്ടുണ്ടാകും, ഇത് പുതിയതായിട്ടുണ്ടാകും മുസ്ലിങ്ങളുടെ. ക്രിസ്ത്യൻ വിഭാഗത്തിന് 7,972 സ്കൂളുകൾ. മൊത്തം ജോലി 1,00,000 മുകളിലാണ്. 1,19,000 അധ്യാപകർ ക്രിസ്ത്യാനികളായിട്ട് തന്നെയുണ്ട് അവരുടെ സ്കൂളുകളിൽ മാത്രം. ഈഴവ വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള ജാതി വിഭാഗമാണ്. അവർക്ക് ആകപ്പാടെ ഉള്ളത് 1000 താഴെയാണ്. 1000 താഴെയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 380 സ്കൂളുകളേ ഉള്ളൂ. അവിടെ ആകപ്പാടെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് 5,550 അധ്യാപകർ. പച്ചയായ യാഥാർത്ഥ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനൊരു അവഗണന വിദ്യാഭ്യാസ മേഖലയിൽ ഈ പിന്നാക്കമായ ഈഴ വിഭാഗം നേരിടുന്നു. ഇതിനെ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ എന്നൊക്കെ പറഞ്ഞാണ് എല്ലാം അഡ്രസ്സ് ചെയ്യുന്നത്. ക്രിസ്ത്യാനികളും ഇപ്പോൾ പിന്നാക്കാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ അവരുടെ മക്കളെല്ലാം വിദേശങ്ങളിലങ്ങ് പോയിരിക്കുകയാണ്. വീട്ടിൽ ഒരു ചെറുപ്പക്കാരനില്ലാത്ത പല വീടുകളുമാണ് കോട്ടയം, കോഴഞ്ചേരി ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. തിരുവല്ലയിലും അങ്ങനെ തന്നെയാണ് സ്ഥിതി. അപ്പോൾ വാർദ്ധക്യം ബാധിച്ച ആൾക്കാരുടെ ജനസംഖ്യ കൂടുതലുള്ള ഒന്നായിട്ട് അവിടെ മാറിയിരിക്കുന്നു. ചെറുപ്പക്കാർ കൂടുതലുള്ള ഒരു ജനസംഖ്യയായിട്ട് മലപ്പുറത്ത് ജനസംഖ്യ മാറിയിരിക്കുന്നു.
ഈ ഡെമോഗ്രാഫി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് മാറുകയാണ് നമ്മുടെ പൊളിറ്റിക്സിലും അധികാര രാഷ്ട്രീയത്തിലും. ആ കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്, പക്ഷേ യാഥാർത്ഥ്യങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.